നമസ്കാരം. ബാങ്കുകളുടെ അടിത്തറ എന്ന് പറയുന്നത് വിശ്വാസമാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന പണം, നമ്മുടെ കയ്യിലിരിക്കുന്ന ആസ്തികൾ, അവയാണ് നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നത്. പണം നമ്മൾ ഡിപ്പോസിറ്റായി കൊടുക്കുന്നു എന്നത് തന്നെയാണ് ബാങ്കുകളുടെ അടിത്തറ. മറ്റ് പല ധനകാര്യ സ്ഥാപനങ്ങളെക്കാൾ പലിശ കുറവാണെങ്കിലും ബാങ്കുകൾക്ക് വിശ്വാസ്യതയുണ്ട്. അതുപോലെ തന്നെ ബാങ്കുകളെ റിസർവ് ബാങ്ക് മോണിറ്റർ ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു എന്നതുകൊണ്ട് അത്യാഗ്രഹമില്ലാത്തവർ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന പണമാണ് അധിക പലിശയ്ക്ക് ബാങ്കുകൾ ഇടപാടുകാർക്ക് കൊടുക്കുന്നത്. ഈ പലിശയിലെ അധിക വരുമാനമാണ് ബാങ്കുകളുടെ ലാഭം. ബാങ്കുകളാവട്ടെ പലപ്പോഴും ഇടപാടുകാരെ പറ്റിച്ചുകൊണ്ട് അവരുടെ ചെറിയ മിസ്റ്റേക്കിന് പോലും, അവരുടെ ഓരോ ഇടപാടിനും പോലും ഫീസ് ഈടാക്കിയും ലാഭമുണ്ടാക്കുന്നു. ബാങ്കുകൾ ഇടപാടുകാർക്ക് പണം കടം കൊടുക്കുന്നത് വെറുതെയല്ല. അവർ കൊടുക്കുന്ന പണത്തിന്റെ പല മടങ്ങ് മൂല്യമുള്ള ഈട് വാങ്ങും. ഈടായി കൊടുക്കുന്ന രേഖകൾ സൂക്ഷിച്ചു വയ്ക്കേണ്ട ബാധ്യത ബാങ്കുകൾക്കുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പണം നിക്ഷേപിക്കുന്നവരും കടമെടുക്കുന്നവരും ബാങ്കുകളെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഈ വിശ്വാസം ബാങ്കുകൾ ലംഘിച്ചാൽ എന്തു ചെയ്യും? നിർഭാഗ്യവശാൽ നമ്മുടെ ബാങ്കുകളുടെ അവസ്ഥ അങ്ങനെയാണ്. ഇടപാടുകാരെ അവർ ശത്രുതയോടെയാണ് സമീപിക്കുന്നത്. ബാങ്കുകളുടെ ഔദാര്യത്തിൽ ജീവിക്കുന്നവരായി കരുതുന്നു. ആകപ്പാടെ അവർക്ക് ബഹുമാനമുള്ളത് NRI ഡിപ്പോസിറ്റേഴ്സിനോട് മാത്രമാണ്. കൊള്ള ലാഭമുണ്ടാക്കാൻ ബാങ്കുകൾ സാധാരണക്കാരെ പിടിച്ചു പറിക്കുന്നത് കൊണ്ടാണ് ഈ അയിത്തം. താരതമ്യേന ഭേദമായിരുന്ന ഒരു ബാങ്കായിരുന്നു ഫെഡറൽ ബാങ്ക്. ആലുവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷെഡ്യൂൾ ബാങ്ക് വിശ്വാസ്യതയോടുകൂടി ഇടപാടുകാരെ ദീർഘകാലമായി സേവിക്കുന്നു. എനിക്ക് ഫെഡറൽ ബാങ്കിനോടുള്ള സ്നേഹം ആരംഭിക്കുന്നത് ഞാൻ NRI ആയി ബ്രിട്ടനിൽ ജോലി ചെയ്തിരുന്ന കാലത്താണ്. എൻ്റെ ഒരു ബന്ധു SBTയിൽ ജോലി ചെയ്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ NRI അക്കൗണ്ട് SBTയിൽ എടുത്തത്. പക്ഷേ അത്യാവശ്യത്തിന് ഒരു 10 ലക്ഷം രൂപയുടെ ചെക്ക് എൻ്റെ പിതാവ് ബാങ്കിൽ കൊണ്ട് കൊടുത്തപ്പോൾ UK പോയി കളക്ഷൻ കഴിഞ്ഞ ശേഷം മാത്രമേ പണം കൊടുക്കൂ എന്ന് പറഞ്ഞു. തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്കിൽ എൻ്റെ പിതാവ് കയറി ചെക്ക് കൊടുത്തപ്പോൾ ബാങ്കിൽ നിന്നും എന്നെ വിളിക്കുകയും അക്കൗണ്ട് വരുമ്പോൾ എടുത്താൽ മതി എന്ന് പറഞ്ഞ് പിതാവിൻ്റെ അക്കൗണ്ടിലൂടെ പണം മാറിക്കൊടുക്കുകയും ചെയ്തു. ഓർക്കണം, എനിക്ക് NRI അക്കൗണ്ട് പോയിട്ട് അല്ലാത്ത അക്കൗണ്ട് പോലും ഫെഡറൽ ബാങ്കിൽ ഉണ്ടായിരുന്നില്ല. അന്ന് തുടങ്ങിയ ആ സൗഹൃദം ഫെഡറൽ ബാങ്കുമായി ദീർഘകാലം മുമ്പോട്ട് കൊണ്ടുപോയി. എന്നാൽ ഈ അടുത്ത കാലത്ത് ഫെഡറൽ ബാങ്കിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഫെഡറൽ ബാങ്കിലെ ജീവനക്കാർക്ക് പഴയ ആത്മാർത്ഥത നഷ്ടപ്പെട്ടു വരുന്നു. മറ്റു ബാങ്കിൽ നിന്നും ഒരു വ്യത്യാസവും ഫെഡറൽ ബാങ്കിനുമില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയത് പിണറായി സർക്കാർ എന്നെ വേട്ടയാടാൻ ഇറങ്ങിയപ്പോൾ ഒരു പോലീസുകാരൻ കൊടുത്ത ഒരു കള്ളക്കത്തിന്റെ പേരിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് എന്നോട് ചോദിക്കാതെ ഫെഡറൽ ബാങ്ക് മരവിപ്പിച്ചതിലാണ്. നിയമത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതിയുടെ വിധികളുണ്ട്. ഒരാളുടെ ബാങ്ക് അക്കൗണ്ട് അയാളുടെ മുമ്പോട്ടുള്ള പോക്കിന് അത്യാവശ്യമായതുകൊണ്ട് സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ടായാൽ അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാട് നടക്കുന്ന അക്കൗണ്ടുകളല്ലാതെ ഒന്നും മരവിപ്പിക്കരുതെന്ന്. എന്നിട്ടും SC/ST അട്രോസിറ്റി ആക്ട് അനുസരിച്ച് ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുമില്ലാത്ത ഒരു കള്ളക്കേസ് പോലീസ് എടുത്തപ്പോൾ പോലീസ് കൊടുത്ത കത്തിന്റെ പേരിൽ എന്നോട് ചോദിക്കാതെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു. ഇത് ഫെഡറൽ ബാങ്കിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ബാങ്കുകളെല്ലാം ഇങ്ങനെയായിരിക്കുന്നു. ഇടപാടുകാരുടെ പണം സുരക്ഷിതമാണ് ഈ ബാങ്കുകളിൽ ഒക്കെ എന്ന് ഉറപ്പാക്കാൻ ഒരു വഴിയുമില്ല. ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരാഴ്ച തിരുവനന്തപുരത്തെ സൈബർ പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കേണ്ട സാഹചര്യം എനിക്കുണ്ടായപ്പോൾ അവിടുത്തെ സൈബർ ഉദ്യോഗസ്ഥർ പറഞ്ഞത് SBIയിലും ഫെഡറൽ ബാങ്കിലുമാണ് ഏറ്റവും അധികം സൈബർ തട്ടിപ്പുകൾ നടക്കുന്നത് എന്നാണ്. താരതമ്യേന ഭേദം കാനറ ബാങ്കും ഇന്ത്യൻ ബാങ്കുമാണത്രേ. ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിശ്വസിക്കുന്ന ബാങ്കിൽ നിന്നാണ് ഏറ്റവും അധികം സൈബർ തട്ടിപ്പുകാർ പണം കൊണ്ടുപോകുന്നത് എന്നത് ഷോക്കിംഗ് ആയ ഒരു അറിവായിരുന്നു. ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വമില്ലാതെ ബാങ്കുകൾ മാറുന്നതിനിടയിലാണ് ഫെഡറൽ ബാങ്കിനെതിരെ ഒരു കോടതി വിധി എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. വാസ്തവത്തിൽ ബാങ്കുകൾക്കെതിരെ പല കേസുകളും കോടതി വിധികളും ഉണ്ടാവാറുണ്ടെങ്കിലും പൊതുജനങ്ങൾ അതറിയാറില്ല. കാരണം ബാങ്കുകളുടെ അടിത്തറ വിശ്വാസമായതുകൊണ്ട്, ബാങ്കുകൾ മാധ്യമങ്ങൾക്കെല്ലാം പരസ്യം കൊടുക്കുന്നതുകൊണ്ട്, എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾക്കും ബാങ്കുകളുമായി ഇടപാടുകൾ ഉള്ളതുകൊണ്ട് പലപ്പോഴും ബാങ്കുകൾ വാർത്ത കൊടുക്കാറില്ല. അതുകൊണ്ടാവാം അത്തരം വാർത്തകളൊന്നും ആരും അറിയാത്തത്. എന്നാൽ കൊച്ചിയിലെ ഉപഭോക്തൃ കോടതി ഫെഡറൽ ബാങ്കിന്റെ അങ്കമാലി ശാഖയിൽ നടന്ന ഒരു ഉത്തരവാദിത്വമില്ലാത്ത പ്രവൃത്തിയുടെ പുറത്ത് ഫെഡറൽ ബാങ്കിന് വിധിച്ചിരിക്കുന്നത് 10 ലക്ഷം രൂപ പിഴയാണ്. എറണാകുളത്തെ ഉപഭോക്തൃ കോടതിയുടെ വാർത്തകൾ ഞാൻ സാവകൂതം ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ 14 ജില്ലകളിലും ഉപഭോക്തൃ കോടതികൾ ഉണ്ടെങ്കിലും എളുപ്പത്തിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതും വിധി വരുന്നതും, അതും സാധാരണ മനുഷ്യർക്ക് അനുകൂലമായി വിധി വരുന്നതും ഈ കോടതിയിൽ നിന്ന് മാത്രമാണ്. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഏത് പ്രമുഖനാണെന്ന് നോക്കാതെ, ബ്രാൻഡ് ഏതാണെന്ന് നോക്കാതെ സാധാരണക്കാർക്ക് നീതി നേടിക്കൊടുക്കുന്ന അനേകം വിധികൾ കൊച്ചിയിലെ ഉപഭോക്തൃ കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ ഉപഭോക്തൃ കോടതി
കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടൊരു വിധിയിലാണ് ഫെഡറൽ ബാങ്കിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരവും 10,000 രൂപ കോടതി ചെലവും വിധിച്ചത്. മലയാറ്റൂർ സ്വദേശി ജോളി മാത്യു ഹൗസിംഗ് ലോൺ എടുത്തത്, വീട് വായ്പ എടുത്തത് അങ്കമാലി ഫെഡറൽ ബാങ്ക് ശാഖയിൽ നിന്നായിരുന്നു. അത് തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉണ്ടാവുന്നു. ഒടുവിൽ 2021 ഡിസംബറിൽ ഒറ്റ തീർപ്പ് പദ്ധതിയുടെ ഭാഗമായി മുഴുവൻ ലോണും അടച്ചു തീർക്കുന്നു. എന്നാൽ ഫെഡറൽ ബാങ്ക് ജോളിയുടെ ആധാരം തിരിച്ചു കൊടുത്തില്ല. ജോളിയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഫെഡറൽ ബാങ്ക് ഈ ആധാരം പറവൂർ കോടതിയിൽ കൊടുത്തിരിക്കുകയായിരുന്നു. പിന്നീട് ബാങ്ക് പഴയ കോടതി രേഖകളെല്ലാം കത്തിച്ച് കളയുന്ന കൂടെ ജോളിയുടെ ആധാരവും കത്തിച്ച് കളഞ്ഞു. ഇതിനെതിരെയാണ് ജോളി ജില്ലാ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത്. ബാങ്കിന്റെ ഭാഗത്തുണ്ടായ ഗുരുതരമായ വീഴ്ചയാണെന്നും അതുകൊണ്ട് ബാങ്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരവും 10,000 രൂപ കോടതി ചെലവും കൊടുക്കണം എന്നാണ് ജില്ലാ ഉപഭോക്തൃ കോടതി പ്രസിഡന്റ് DB വിനുവും അംഗങ്ങളായ V രാമചന്ദ്രനും TN ശ്രീവിദ്യയും ചേർന്ന് വിധി എഴുതിയത്. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു വിധിയാണിത്. നമ്മുടെ രേഖകളൊക്കെ വാങ്ങി സൂക്ഷിക്കുന്ന ബാങ്കുകൾ ഉത്തരവാദിത്തം കാട്ടിയില്ലെങ്കിൽ അവർ നമുക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരും എന്നതിന് തെളിവ്. ഇക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പൊൻകുന്നം കോടതിയിലെ എൻ്റെ അഭിഭാഷകനും എൻ്റെ സുഹൃത്തുമായ അഡ്വക്കേറ്റ് ബിനോയ് ജോസ് മങ്കന്താനം ഇടയ്ക്കിടെ സാധാരണ മനുഷ്യർക്ക് ഗുണകരമായ ചില ടിപ്സുകൾ പറഞ്ഞു തരാറുണ്ട്. അവസരം കിട്ടുമ്പോഴൊക്കെ പ്രേക്ഷകരോട് അത് പറഞ്ഞ് അവരെ ബോധവൽക്കരിക്കണമെന്ന് ബിനോയ് നിരന്തരം ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ പറഞ്ഞ ഒരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഒരു കാരണവശാലും ബ്ലാങ്ക് ചെക്ക് ആർക്കും കൊടുക്കരുത്. നിങ്ങൾ ഒരു ഗ്യാരണ്ടി ചെക്ക് കൊടുത്താലും അതിൽ തുക എഴുതണം. നിങ്ങൾ എത്ര രൂപയുടെ ഗ്യാരണ്ടിയാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പാക്കി ആ തുക എഴുതണം. എന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് നിങ്ങൾ വായ്പ വാങ്ങുമ്പോൾ എത്ര തുകയാണോ വായ്പ വാങ്ങിയത് ആ തുകയുടെ ചെക്ക് എഴുതിയേ കൊടുക്കാവൂ. എന്ന് മാത്രമല്ല, നിങ്ങൾ സാമ്പത്തിക ഇടപാട് തീർക്കുമ്പോൾ ആ ചെക്ക് തിരിച്ചു വാങ്ങണം. ചെക്ക് കേസ് പഴയതുപോലെയല്ല. ബ്ലാങ്ക് ചെക്കാണെങ്കിൽ എത്ര തുക വേണമെങ്കിലും എഴുതിയെടുക്കാം. മാത്രമല്ല, ബ്ലാങ്ക് ചെക്ക് അല്ലെങ്കിൽ കൂടി നിങ്ങൾ ആ ചെക്ക് തിരിച്ചു വാങ്ങിയില്ലെങ്കിൽ പിന്നീട് ആ ചെക്ക് മടങ്ങിയാൽ വലിയ കേസായി മാറും. പഴയതുപോലെ അല്ല ഇപ്പോഴത്തെ സാഹചര്യം. ചെക്ക് മടങ്ങിയാൽ ജാമ്യമില്ലാതെ ജയിലിൽ അടയ്ക്കാം. നിങ്ങൾ ഒരുപക്ഷെ ചെറിയ തുകയ്ക്ക് വേണ്ടിയായിരിക്കും ബ്ലാങ്ക് ചെക്ക് കൊടുത്തത്. നിങ്ങളുടെ ചെക്ക് കൈവശം ഇരിക്കുന്നവർ വലിയ തുക കാണിച്ചാലും നിങ്ങൾ എഴുതി കൊടുത്ത തുക നിങ്ങൾ പണം അടച്ചതിന് ശേഷം ബാങ്കിൽ കളക്ഷൻ കൊടുത്താലും അത് മടങ്ങിയാൽ പിന്നെ എക്സ്ക്യൂസ് ഇല്ല. അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, നിങ്ങൾ ജയിലിലാവും. അതുകൊണ്ട് ഒരു കാരണവശാലും ബ്ലാങ്ക് ചെക്ക് കൊടുക്കരുത്. ഏതെങ്കിലും ഇടപാടിന് നിങ്ങൾ ചെക്ക് ഗ്യാരണ്ടിയായി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചെക്ക് തിരിച്ചു വാങ്ങാൻ മറക്കുകയും ചെയ്യരുത്.